തീർച്ചയായും ഉജ്ജ്വൽ ഗ്യാസ് യോജന നിർണായകമായിരുന്നു, ശുചിമുറികൾ നിർണായകമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ശ്രീകുമാർ, സ്ത്രീകൾ വോട്ട് ചെയ്തത് നരേന്ദ്രമോദിക്കാകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഞങ്ങളുടെ മാനം സംരക്ഷിക്കാനുള്ള ശുചിമുറികൾ ഉണ്ടാക്കി തന്നത് നരേന്ദ്രമോദിയാണ്. അത് അടിസ്ഥാനമായ ഒരു തരംഗമുണ്ടാക്കി. ആ തരംഗമാണ് കേരളത്തിൽ, ഇന്ത്യയിലെല്ലാം സ്ത്രീ വോട്ടർമാരുടെ, ഉത്തർപ്രദേശിലെ ലോ ആൻഡ് ഓർഡർ ആണെങ്കിൽ ബീഹാറിൽ അത് ശുചിമുറികളാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടാണ് സ്ത്രീകൾ വോട്ട് ചെയ്തത്. അപ്പോൾ സ്ത്രീകൾക്ക് നരേന്ദ്രമോദിയിൽ വിശ്വാസമുണ്ട് എന്ന ആത്മവിശ്വാസമാണ് KV സാരിദാസ് പ്രകടിപ്പിക്കുന്നത്. അത് കേരളത്തിലും വോട്ടാക്കി മാറ്റുകയാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് മഹിളാ സംഗമത്തിൽ സ്ത്രീകളോട് സംസാരിക്കുന്നത്. എൻ ശ്രീകുമാർ. ഡോക്ടർ അരുണേ, ഞാൻ മഹിളാ സംഗമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, വളരെ ശ്രദ്ധാപൂർവം അത് കോൺഗ്രസ് കരുതലോടെ പരിശോധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം എറണാകുളത്ത് അവരുടെ ബൂത്തിലുള്ള പ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങൾ ബൂത്തുകളിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ്. ഈ ബൂത്തുകളിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞാലും അതിൻ്റെ അർത്ഥം വേറെയാണ്. ബൂത്തിലുള്ള എല്ലാവരെയും വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോവുക. BJPക്കാർ ബൂത്തിൽ പോയാൽ ആരെയാണ് വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോവുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. VIP കാർഡിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. അത് കോൺഗ്രസ് കരുതലോടെ ശ്രദ്ധിക്കണം. കാരണം കോൺഗ്രസ് പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണത്. അത് കോൺഗ്രസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ വോട്ടുകൾ, വിശ്വാസികളുടെ വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും മാറിപ്പോകുന്നൊരവസ്ഥ വരും. വളരെ പ്രായോഗികമായ രാഷ്ട്രീയ ബുദ്ധിയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രകടിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ നിങ്ങൾ നോക്കൂ, വിശ്വാസികളല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും വിശ്വാസികളല്ലെന്നാണ് പൊതുവേ ഒരു വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ മുഖ്യ ശത്രുവായിട്ട് പ്രഖ്യാപിക്കാത്ത? എന്തുകൊണ്ടാണ്? വിശ്വാസികളുടെ പാർട്ടിയല്ലല്ലോ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു കോൺഗ്രസ് വിരുദ്ധ വോട്ട്, ഒരു കോൺഗ്രസ് പരാജയം, അത് കമ്മ്യൂണിസ്റ്റുകൾക്ക് ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് പരാജയം, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പരാജയപ്പെടുത്താൻ വേണ്ടി CPM-നെതിരെ BJP നിൽക്കുന്നില്ല എന്നതാണ് നിലപാട്. മാത്രവുമല്ല, തൃശ്ശൂരിലെങ്കിലും CPM-ന്റെ വിജയത്തിലേക്ക് നയിച്ചേക്കാം സുരേഷ് ഗോപിയുടെ സാന്നിധ്യം എന്നുകൂടി അങ്ങ് പറഞ്ഞു വെക്കുന്നു. അൽകുമാർ, ഒറ്റ മിനിറ്റിൽ മറുപടി. ശ്രീകുമാർ നേരത്തെ ഉന്നയിച്ച വിഷയം തന്നെയാണ്. അങ്ങനല്ല. അതായത് വിശ്വാസികളുടെ വോട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കും. കാരണം വിശ്വാസം വളരെ പ്രധാനമല്ലേ? ശ്രീരാമനും അതുപോലെ തന്നെ ദൈവമൊക്കെ വിശ്വാസം വളരെ പ്രധാനമല്ലേ? അത് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നേരത്തെ ശ്രീ ഹരിദാസ് പറഞ്ഞ ദക്ഷിണേന്ത്യ തൊട്ട കാര്യം ഞാൻ പറയാം. കർണാടകയാണ് BJPയുടെ, ഞാൻ കർണാടകയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടില്ല, കർണാടകയാണ് BJPക്ക് താല്പര്യമുള്ള ഒരു സംസ്ഥാനം. അവിടെ ഇത്തവണ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അവർ 5 വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു, 5 നടപ്പാക്കി. അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതാണോ ജനങ്ങൾ കണക്കാക്കുക, അതോ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആണോ? ഈ ഒരു വ്യത്യാസം നമ്മൾ കർണാടകത്തിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ Debate with Arun Kumar.